ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഉത്കൃഷ്ണൻ. ഞാൻ ആപ്ത ഇന്ത്യ ആൻറ്റി ബ്രൈബ് ആൻഡ് ഡ്രഗ് ഏജൻസി ഇന്ത്യ എന്ന ഗൂഗിൾ ലൊക്കേഷനിൽ ഫ്രീലാൻസ് ആയിട്ട് സോഷ്യൽ സർവീസ് ചെയ്തു വരികയാണ്. നമ്മുടെ ഏജൻസി തുടങ്ങിയിട്ട് 9 വർഷമായി. നമ്മുടെ സൊസൈറ്റിയിലെ ഡ്രഗ്സും കറപ്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഏജൻസി തുടങ്ങിയത്. ഒരു നാടിനെ നശിപ്പിക്കണമെങ്കിൽ അവിടെ കൈക്കൂലിയും ഡ്രഗ്സും വളർന്നാണ്. ആ നാട്ടിലെ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റജി തന്നെ തകിടം പറയും. ഈ വരുന്ന ക്രൈംസൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നാളെയും വരാൻ പോകുന്നത് എല്ലാം ലാസ്റ്റ് എത്തുന്നത് ഡ്രഗ്സിലോട്ടാണ്. ഡ്രഗ്സിന് മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഡ്രഗ്സ് വളരാനൊരു കാരണമുണ്ട്, കറപ്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എന്തിരുന്നാലും കറപ്ഷൻ ഉണ്ടെങ്കിലും ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മുടെ ഗവൺമെൻറ് ഇൻഫോമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക. വരുന്ന ബഡ്ജറ്റിലോ അല്ലെങ്കിൽ ഒരു ബില്ലായിട്ട് പാസ് ചെയ്ത് നമ്മുടെ ഓഫീസേഴ്സിന്, ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഡ്രഗ്സ് പിടിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് പാസ്സാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇൻഫോമേഴ്സ് സ്പെസിഫിക് റിക്കവറി ആണെങ്കിൽ അവർക്ക് റിവാർഡ് ഇനീഷ്യേറ്റ് ചെയ്യും. വേറൊരു മാർഗം, ആപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റോ ഒരു ആപ്ലിക്കേഷനോ ഡെവലപ്പ് ചെയ്ത് ഡ്രഗ്സിന് വേണ്ടി മാത്രം അത് റിപ്പോർട്ട് ചെയ്യാനും ഇതേപോലെ റിവാർഡ് കൊടുക്കാനും അതിൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യാനും അത് അതിൻ്റേതായ രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സാധാരണക്കാർക്കും ഈ സംശയം തോന്നുന്ന സാഹചര്യങ്ങളിൽ ഡ്രഗ്സ് ഉപയോഗമുണ്ടോ എന്നുള്ള സംശയത്തിൽ റിപ്പോർട്ട് ചെയ്യുക. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ മാറ്റർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സൊസൈറ്റി ഡ്രഗ്സ് കൺട്രോൾ ചെയ്ത് വരാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ ടൈറ്റ് ആക്കുക. ചെക്കിങ് നമുക്കറിയാം, ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഒന്നും ചെക്ക് പോസ്റ്റ് ആരും ചോദിക്കാനും പറയാനുമില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വണ്ടികളും നമുക്ക് നമ്മുടെ ഓഫീസേഴ്സിന് നോക്കാൻ പറ്റില്ല. കാരണം അവിടെ ടാക്സ് കളക്ട് ചെയ്യണം, പബ്ലിക് സേഫ്റ്റി നോക്കണം. അപ്പോൾ ഇവർക്ക് മെഷീൻ, നേരത്തെ പറഞ്ഞ മാറ്റിവെക്കുന്ന ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ മാറ്റിവെക്കുന്ന ഈ ഫണ്ടിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും, എല്ലാ ഓഫീസേഴ്സിനും, ചെക്കിങ് നിൽക്കുന്ന എല്ലാ ഓഫീസേഴ്സിനും ഡ്രഗ്സ് ടെസ്റ്റ് കിറ്റ് കൊടുക്കുക. അത് വളരെ ഉപകാരപ്പെടുമായിരിക്കും. അവർക്ക് എളുപ്പമാണ് അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരും പോക്കറ്റിലും കൈയിടാണ്ട് സംശയം തോന്നുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ എല്ലാവരും ഈ ഡ്രഗ്സ് പരമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ മാറി നിൽക്കുമല്ലോ വൈകുന്നേരങ്ങളിൽ ബാച്ചിലേഴ്സൊക്കെ, അവരെയൊക്കെ ടെസ്റ്റ് ചെയ്യാനും റിക്കവറി ചെയ്യുന്ന ആ ടൈമിൽ അവിടെ ചിലപ്പോൾ ഈ കൂട്ടുപ്രതികളുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാവുമായിരിക്കും. അവരെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ് നമ്മുടെ ഓഫീസേഴ്സിന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ഇത് നമ്മുടെ ഗവൺമെൻറ് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുന്നില്ല എന്നെനിക്കറിയില്ല. പിന്നെ എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും റൈറ്റ്സിനെ കുറിച്ചും ഒരു ബോധവൽക്കരണം ക്യാമ്പയിൻ നടത്തേണ്ടതാണ്. അത് സ്കൂളിലോ അവിടെയോ പോയിട്ട് നടത്തിയിട്ട് കാര്യമില്ല, പബ്ലിക്കിൽ തന്നെ നടത്തണം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഫോൺ ചെയ്യുമ്പോൾ ഒരു അവയർനെസ് മെസ്സേജ് വരുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, ഇതേപോലെ മീഡിയാസിൽ എല്ലാം അഡ്വർടൈസ്മെൻ്റ് ഇടയിൽ ഒരു 5-2 സെക്കൻഡ്സ് ഡ്രഗ് റിപ്പോർട്ടിംഗ് അവയർനെസ്, അത് നമ്മൾ ഇൻഫോമേഴ്സിനെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഫ്രീ സർവീസായിട്ട് നമ്മുടെ മീഡിയ ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്കൂളിലും പരിസരങ്ങളിലും നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഡ്രഗ് ഫ്രീ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻ. അതിൻ്റെ പകരം നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ച് 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഒരു സബ്ജക്റ്റായിട്ട് ലീഗൽ സ്റ്റഡീസ് വരണം എന്നുള്ളതാണ്. അത് വരുന്ന തലമുറകൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. സ്മോൾ ക്വാണ്ടിറ്റീസ് ഡ്രഗ്സ് പിടിക്കുമ്പോൾ അതിൻ്റെ ജുഡീഷ്യൽ ടേംസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ എവിഡൻസ് വെച്ചിട്ടാണ്, ഇപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി എല്ലാം എവിഡൻസ് വെച്ചിട്ടാണ്. എന്നാലും സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഈ ഓഫീസേഴ്സിന് വളരെ പ്രയാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്മോൾ ക്വാണ്ടിറ്റി ഡ്രഗ്സ് പിടിക്കുമ്പോൾ നമുക്ക് മെയിൻ കിങ് പിന്നോട് എത്താൻ പറ്റുന്നില്ല.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പിടിക്കുന്ന അക്യൂസിന് പേടിയാവാം. ചിലപ്പോൾ ഇയാൾക്ക് കറക്റ്റായ അറിവുണ്ടാവില്ല മെയിൻ കുറിച്ച്, അല്ലെങ്കിൽ വേറൊരു കാര്യം പേടിയാകാം. ജുഡീഷ്യൽ ടൈം ടൈറ്റായി കഴിഞ്ഞാൽ ഈ ഒരു പേടി ഇവരുടെയും പ്രകാശിച്ച് ഇവർ തെറ്റിന്ന് പിന്മാറാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ വരുന്ന അക്യൂസ്ഡ് ഇവർ കോടതിയിൽ നിന്ന് ബെയിലെടുത്ത് ഇത് സെൻറ്റൻസ് ഫ്രീ ആയി വീണ്ടും ഇവർ ചില 80% ആൾക്കാർ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്, വീണ്ടും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കോർട്ടിലെ പരിപാടി ബെയിലെല്ലാം കഴിഞ്ഞ് ഇവരെ ഗവൺമെൻറ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് ഇവർക്കൊരു ഫ്രീ റിഹാബിലിറ്റേഷൻ കൊടുക്കേണ്ടതാണ്. ഇവരെങ്ങനെ ഇതിന് തിരിച്ചു കൊണ്ടുവരാം, അതാണ് നമ്മൾ ഈ സ്മോൾ ക്വാണ്ടിറ്റി കേസിൽ ഫോക്കസ് ചെയ്യാതെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പല സ്ക്വാഡ്സ് ഉണ്ട്, ഇവർക്കത് ഫോളോ അപ്പ് ചെയ്ത് കിങ്ങിലെത്താവുന്നതാണ്. കാരണം പോലീസുകാർക്ക് ഒഫീഷ്യലായിട്ട് കുറേ പോരായ്മകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പബ്ലിക് പൊളിറ്റിക്കൽ പ്രഷർ നമ്മളിപ്പോൾ കണ്ടതാണ്. പ്രതിഭ MLA അവരുടെ മകൻ്റെ അവർ പേഴ്സണായിട്ട് എടുക്കുക. അപ്പോൾ കുറേ പോരായ്മകളുണ്ട് അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡ്രഗ്സ് പിടിക്കുമല്ലോ, അല്ലെങ്കിൽ ഏത് കുറ്റകൃത്യമാവട്ടെ, നമ്മുടെ സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലോ ഇത് FIR ആയിക്കഴിഞ്ഞാൽ ഈ FIR റീവെരിഫൈ ചെയ്യണം. ഒരു ടെൻഡർ വെച്ച് ഒരു IT ഫേമിന് കൊടുത്ത് ഇത് റീവെരിഫൈ ചെയ്ത് അവരുടെ ഒരു അപ്രൂവൽ സീല് വെച്ചിട്ട് വേണം ഇത് കോടതിയിലോട്ട് പോകാൻ. അങ്ങനെ നമുക്ക് കുറേ റോങ് FIR നമുക്ക് ഇല്ലാണ്ടാക്കാം. കാരണം 90 ഗ്രാം പിടിച്ച് 3 ഗ്രാം ആവുന്നു, 5 കിലോ പിടിച്ച് 3 കിലോ ആവുന്നു. ഇത് എവിടെ പോകുന്നു പാർട്ടി ഡ്രഗ്സ്? അത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ ഇത് അവർക്ക് ഒരു ബോധവൽക്കരണം. ഇപ്പോൾ നമ്മൾ ഈ അക്യൂസ്ഡ് അറിയുന്നത് ഇപ്പോൾ ഒരു 90 ഗ്രാം പിടിച്ച് 3 ഗ്രാം ആയി, ഈ അക്യൂസ്ഡ് അല്ലെങ്കിൽ 90 ഗ്രാം പിടിച്ചത് മേളിലായി. ഇതറിയുന്നത് നമ്മൾ കോർട്ടിൽ നിന്ന് ബെയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെതായ ഈ അഡ്വക്കേറ്റിൽ പോകുമ്പോഴാണ് എന്താണ് സ്പെസിഫിക് മാറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ സ്ഥലം വേറെ ആയിരിക്കും, സമയം വേറെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഡ്രഗ്സിന് ദുരുപയോഗം, ഡ്രഗ്സ് കറപ്ഷൻ ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് ഒരു കറപ്ഷൻ സ്ട്രാറ്റജി വരുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ബാംഗ്ലൂരൊക്കെ 1-2 ഗ്രാംസ് അല്ലെങ്കിൽ ഏതൊരു അക്യൂസിനെ പിടിച്ചു കഴിഞ്ഞാൽ 3-4 ചെയിനെ കളക്ട് ചെയ്ത് സ്റ്റേഷൻ 2-3 ദിവസം വിട്ട് 5 ലക്ഷത്തിന് വില പേശി 1 ലക്ഷത്തിന് ഒഴിവാക്കി വിടുന്ന സാഹചര്യമാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പ്രൊമോട്ടായി വരികയാണ്, വീണ്ടും അത് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള പ്രൊമോട്ടായി വരികയാണ്. ഈ സാധനമാണ് കേരളത്തിലോട്ട് എത്തുന്നത്. കേരളത്തിലോട്ട് വരുന്നവർക്ക് ചെക്ക് പോസ്റ്റ് ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇൻഫോർമേഷൻ എണ്ണം കുറവാണ്. നമ്മളീ കാണുന്ന TV-യിലും എല്ലായിടത്തും കാണുന്ന ഇത്ര കിലോ ഇത് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്, ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ ഡ്രഗ്സ് സെയിൽ ചെയ്തുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി പറ്റിക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. വൈരാഗ്യം വരുമ്പോഴാണ് മേലുള്ള ആളെ ഈ അക്യൂസിൽ കാണിച്ചു കൊടുക്കുന്നത്. മെയിൻലി അങ്ങനെയാണ്, 90% അങ്ങനെയാണ്. അല്ലാതെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് അക്യൂസിനെ പിടിച്ചു കഴിഞ്ഞാൽ റിക്കവറിയുടെ അക്യൂസിനെ മിനിമം ഒരു 1 ഗ്രാം സ്മോൾ ക്വാണ്ടിറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസെടുത്ത് വിടാതെ പിടിച്ച സാധനം ഇവർക്ക് തന്നെ കൊടുത്ത് വലിയൊരാളെ പിടിച്ചു തരാൻ വേണ്ടി പറയുകയാണ്. അതും ഈ യൂസേഴ്സിന് പ്രൊമോട്ട് ആവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കാരണം അവർ ഹെൽപ്ലെസ് ആണ്. ഓഫീസേഴ്സ് സോഷ്യൽ സപ്പോർട്ടില്ല, ഗവൺമെൻറ് സപ്പോർട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കൊറിയർ സർവീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പോസ്റ്റിലെ RMS. ഇതൊന്നും ചെക്ക് ചെയ്യുന്നേ ഇല്ല, സ്കാനിങ്ങുള്ള പരിപാടിയേ ഇല്ല. പിന്നെ പ്രൈവറ്റ് കൊറിയർ സർവീസായ ട്രാക്കോൺ അവരൊക്കെ ഇതൊന്നും ചെറിയ ഇത് പുതിയൊക്കെ ആണെങ്കിൽ അതങ്ങനെ അയച്ചു വിടണേ. അത് ഓപ്പൺ ചെയ്ത് അത് നോക്കി എന്താണ് വെരിഫൈ ചെയ്തിട്ട് അവരുടെ സീൽ വെച്ച് അയക്കുന്ന പരിപാടി DHL, DTDC അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാർഗത്തോടെ നമുക്ക് ഈ ഡ്രഗ്സ് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഒരു മാർഗം, നമ്മുടെ മീഡിയാസ് ഒരു സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്ലാഷ് പോകും. എന്തിനാണ് ഫ്ലാഷ് ആക്കുന്നത്? FIR രജിസ്റ്റർ ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഫ്ലാഷ് അയക്കുമോ? അതിനിപ്പോൾ ഫ്ലാഷ് അയക്കാൻ എന്താണ് പറ്റുന്നത്? ഈ ഡ്രഗ്സ് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടുവരും? ഇവർക്ക് നമ്മുടെ ഓഫീസേഴ്സിനെ പണി കൂട്ടി കൊടുക്കുകയാണ്. അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്.
അവരത് കണ്ടെത്തട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മെയിൻ ഹെഡ്ലൈൻ കൊടുത്തോളൂ, ഇന്ന സ്ഥലത്ത് ഇന്ന, അത് മെയിൻ ഹെഡ്ലൈൻ കൊടുത്തു. അതുകൊണ്ട് FIR ആയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡാറ്റ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ന്യൂസിൽ പബ്ലിഷ് ചെയ്യാം. അതല്ലേ നല്ലത്. അത് കൂടാതെ നമ്മുടെ സെൻട്രൽ ഏജൻസിയായ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. വേണം. അതുമാത്രമല്ല, ഇവർക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഈ ഡ്രഗ് പരമായിട്ട് അക്യൂസിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ വേണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നതോട് തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റുകളിൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് വന്നുകൊണ്ടേയിരിക്കണം. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അക്യൂസ്ഡ് ഇൻഡസ്ട്രിയൽ വേറൊരു കാര്യത്തിൽ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവനെ മോണിറ്റർ ചെയ്യാനും അവൻ്റെ ഒരു ഡാറ്റ കീപ്പ് ചെയ്യണം ഈ തിരിച്ചു വരുന്നത് വരെ. അതിനൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒപ്പം ഈ സ്മോൾ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റീസ് പെഡ്ലേഴ്സ്, ഈ കുറച്ച് പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പുള്ള ആളുകളായിക്കോട്ടെ, പൈസയ്ക്ക് വേണ്ടി ഈ ട്രേഡ് ചെയ്യുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ റാൻഡമായിട്ടായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്ന് 500 അയക്കാം, നാളെ 500, മറ്റന്നാൾ 1000. അത് ടൈമിങ്ങും വ്യത്യാസവും ഉണ്ടാവും. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാഫ് എല്ലാ ബാങ്കുകളിലും നിർബന്ധമായി വേണം. അറ്റ്ലീസ്റ്റ് മെയിൻ സിറ്റിയിലൊക്കെ ആണെങ്കിൽ മെയിൻ ബ്രാഞ്ചുകളിൽ നിർബന്ധമായിട്ടും വേണം. കാരണം ഈ അക്യൂസിൻ്റെ ലിസ്റ്റിംഗ്, ലിസ്റ്റിംഗ് ഒരു പ്ലാറ്റ്ഫോം, ഈ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്ത പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബാങ്കിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത ഈ എംപ്ലോയിക്ക് ഇത് വെരിഫൈ ചെയ്യാനും ഇവരുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്ന് പഠിക്കാനൊക്കെ വളരെ ഉപകാരപ്പെടും. ഇതിൽ നിന്ന് നമുക്ക് ഇവരും വീണ്ടും മുമ്പോട്ട് ഈ ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നതിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കത് തടയാൻ പറ്റും. നമുക്കിതിന് പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാം. നമ്മുടെ ഈ അക്യൂസ്ഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങി ശിക്ഷകളെല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ ബെയിൽ കഴിഞ്ഞ്, വീണ്ടും ഇവർ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ടെൻഡൻസി എന്തുകൊണ്ടാണ് ഇവർക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് റിഹാബ് ഇതൊരു ടേമായിട്ട് ഗവൺമെൻറ് എടുക്കണം ഈ ഡ്രഗ്സിൻ്റെ ഇതിൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ ഒരു മാനസികാവസ്ഥയിൽ പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ ഈ ക്വാണ്ടിറ്റി പിടിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് മീഡിയാസിൽ വന്ന് അതുകൊണ്ട് തീരില്ല നമ്മുടെ നാടിൻ്റെ പ്രശ്നം. ഇവർ തിരിച്ചു കൊണ്ടുവരണം. അതിനാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ എക്കണോമിക് പ്രഷർ, ഇവർക്ക് ജോലി സ്ഥലത്ത് ജോലി കിട്ടാനുള്ളത്, ഇവരുടെ റെസ്യൂമി വരുന്ന ആ ഇൻ്റർവെല്, ഇതിനെക്കുറിച്ചുള്ളൊരു ഡാറ്റ. അപ്പം വിത്ത് ഗവൺമെൻറ് സപ്പോർട്ടാണെങ്കിൽ ഇത് ഓക്കെയാണ്. കാരണം ഇവർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മാറി പറ്റാം. പുള്ളിയുടെ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റേജ് ഉണ്ട് സൊസൈറ്റിയിൽ എന്നുള്ളത് കൺട്രോൾ ചെയ്യാനുള്ള സോഷ്യൽ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഒരു റീജിയനിലെ കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്ത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ സ്ഥലത്തും പബ്ലിക് ഇതേപോലെയുള്ള ഒരു അവരുടേതായ വേണമെങ്കിൽ അസോസിയേഷൻ ആവാം. അപ്പോൾ ആ ഏരിയയിൽ അപ്പോൾ അതിനുള്ള അവയർനെസ് കൊടുക്കുക, അത് സപ്പോർട്ട് ചെയ്യുക, അവരെ ഒത്തൊരുമിച്ച് പോവുക. നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്സും വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഏകീകരിച്ച് പോവുക എന്നുള്ള മാർഗത്തിൽ കൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഗവൺമെൻറ് സഹായിക്കാൻ പറ്റും. കാരണം പബ്ലിക് ഇറങ്ങാതെ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കൊണ്ട് ഇത് ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാമെന്ന് പറയുന്നത് വളരെ പാടുപെട്ടൊരു കാര്യമാണ്. പിന്നെ ഒന്ന് പറയുന്നത് അഡിക്ഷനാണ്. അഡിക്ഷൻ ഉള്ളവർ വീണ്ടും പോവാം, ഡ്രഗ്സ് സെയിലിലോട്ട് പോവാം. അഡിക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവനത് സെയിൽ ചെയ്യുന്നതിൻ്റെ പേടി കാരണം യൂസ് ചെയ്ത് അത് ഇവിടെ അഡാപ്റ്റായിട്ട് മീഡിയേറ്റർ ലെവലിലോട്ട് പോകും. വീണ്ടും റിപ്പീറ്റായി പതുക്കെ മീഡിയേറ്റർ സെയിൽസിലോട്ട് ഇവർ പോകുന്നതാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ ഒരു അവയർനെസ്സിന് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് മാത്രം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവർക്കൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ്, നല്ലൊരു ഫെസിലിറ്റി വെച്ച് നല്ലൊരു എൻഗേജ് ആക്കണം ഗവൺമെൻറ്. പാർട്ട് ടൈമായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, എക്സാമ്പിൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും ഡെവലപ്പ് ആവാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കുക. അങ്ങനെ പിന്നെ കറപ്ഷനും വീക്ക് എൻഫോഴ്സ്മെൻറ്റും രണ്ടും ഇൻ്റർലിങ്ക്ഡാണ്. ഇപ്പോൾ ഒരാളെ പിടിച്ചിട്ട് അയാൾ ഇത് പൈസ വാങ്ങിച്ച് വിട്ടു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പബ്ലിക് പ്രഷർ കൊണ്ട് റിക്കവറി റേറ്റ് കുറച്ചു, അടുത്ത പ്രാവശ്യം ഇവന് അത് പ്രചോദനമാണ്.
അതായത് പിടിച്ച റിക്കവറി എവിഡൻസ് ഉണ്ടെങ്കിൽ അല്ലേ ഇനി പെടുള്ളൂ എന്നുള്ള ആ ഒരു പാരൽ കോൺഫിഡൻസ് ഡ്രഗ് ശരിയാണല്ലോ, ഇത് ഇൻജക്റ്റ് വരികയാണ്. അപ്പോൾ കറപ്ഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു IT ഫേമിനെ ഈ FIR ആയി കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ തന്നെ സ്റ്റേഷനിൽ ഇത് കൈക്കൂലിയോ അല്ലെങ്കിൽ പ്രഷർ കാരണം ഇത് സോൾവ് ആയി പോകുകയാണെങ്കിലോ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഒന്ന് ഈ പറഞ്ഞ ഇപ്പോൾ FIR ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാം, ഇവർക്ക് വെരിഫൈ ചെയ്യാം, അക്യൂസിനെ വിളിച്ച് വെരിഫൈ ചെയ്യാം, ഓഫീസേഴ്സിനെ വിളിച്ച് വെരിഫൈ ചെയ്യാം, വിറ്റ്നസിനെ വിളിച്ച് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ ഇത് സ്റ്റേഷനിൽ നിന്ന് തന്നെ കൈക്കൂലിയുമായിട്ടും പ്രഷർ കാരണം ഇത് സോൾവ് ആയി പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും ഉടനെ ചെയ്യാനുള്ള സാഹചര്യമില്ല. സ്റ്റേഷൻ മോണിറ്റർഡ് ആണെങ്കിലും അക്യൂസ്ഡ് അനുഭവപ്പെട്ട ആൾ അല്ലെങ്കിൽ വിറ്റ്നസ് വന്ന് പുറം ലോകത്തോട് പറഞ്ഞാലേ ഇതാവും. പക്ഷെ ഇതെല്ലാം ആരോപണമായിട്ട് പോകും. അപ്പോൾ ഇതിനൊരു സിസ്റ്റം കൊണ്ടുവരണം. സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇവിടെ അനുഭവപ്പെട്ട ആൾക്ക് ഇത് പറയാനുള്ള ധൈര്യം വേണം. അവൻ്റെ അവകാശത്തിനെ കുറിച്ച് അറിയണം. അവന് ഒരു കുറ്റവാളിയെ കാണാതെ അവൻ അനുഭവിച്ച കാര്യം അവൻ പറയാനുള്ള സ്റ്റേജ് നമ്മുടെ സൊസൈറ്റിയിൽ വേണം. അതിനാണ് നമ്മൾ കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതൊരു മാർഗം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺ ദി സ്പോട്ട് ഇത് രജിസ്റ്റർ ചെയ്യണം. NDPS ആക്ട് പ്രകാരം അവിടെ നിന്ന് നമുക്കറിയുന്നത് പോലെ തന്നെ അവിടെ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം. എത്രയാണ് ക്വാണ്ടിറ്റി, എന്താണ് ഈ സിറ്റുവേഷൻ, ആ ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ട് വേണം FIR ബിൽഡ് ചെയ്യുകയും ഈ IT ഫേമിന് കൊടുക്കുമ്പോൾ ഇത് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് കൊടുക്കേണ്ടത്. അത് നിർബന്ധമാക്കണം. അവിടെ സമയമോ ഇതൊന്നും മാറരുത്. വിത്ത് എവിഡൻസ്, ഫോട്ടോ എവിഡൻസ്, ഓക്കെ, സെയിം സിറ്റുവേഷൻ. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ ഈ അനുഭവപ്പെട്ട ആൾക്ക് പറയാനുള്ള പ്രചോദനം കൂടിയാണ്. കറപ്ഷൻ കുറയുകയും ചെയ്യും. പിന്നെ ഇവർ വീണ്ടും ഇത് യൂസ് ചെയ്യാനുള്ള കാരണം പ്രോഫിറ്റ് മോട്ടീവാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിലെ അൺഎംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ സ്ട്രാറ്റജി, ഇതൊക്കെയാണ്. കറപ്ഷൻ. നമ്മൾ ഇനിയും ഈ ഡ്രഗ്സ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻ കിങ് പിന്നെ പിടിക്കുന്നില്ല? അതിന് മീഡിയാസ് ഒരു കുറ്റം ചെയ്യുന്നുണ്ട്. ഈ FIR ആകാതെ ഈ പബ്ലിഷ് ചെയ്യുന്നത് അത് വളരെ തെറ്റായൊരു പ്രവർത്തനമാണ്. അത് നമ്മുടെ ഓഫീസേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ് അവർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട്. അല്ലാതെ നമ്മുടെ ഓഫീസേഴ്സിന് ലീഗൽ ജുറിസ്ഡിക്ഷൻ ചലഞ്ചസ് ഉണ്ട്. അത് സത്യമായൊരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം വരുന്നതാണ് പൊളിറ്റിക്കൽ പബ്ലിക് പ്രഷർ. അതൊരു കാര്യം. അവർക്ക് പിന്നെ പല കേസുകൾ ഒരു ദിവസം 19 കേസുകൾ ഒരു ദിവസം അവർക്ക് എൻക്വയറി വരും. മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് കേരള പോലീസ് NDPS കേസുകൾ അത് പ്രോപ്പറായിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നത് അവരത് അതായത് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കുക. എക്സൈസിനോ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ് NCBക്കോ ഫോർവേഡ് ചെയ്യുക. കാരണം ഇവർ ഈ തിരക്കിലായിരിക്കും ഈ ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ FIRൽ ഇത് എവിടുന്ന് ആർക്ക് എന്നുള്ളത് ഉണ്ടാവില്ല. അതും റോങ് ആയിട്ടുള്ള പ്ലേസസ് അലവൊക്കെ ആയിരിക്കും. ഫോർത്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ഇറങ്ങിപ്പോണെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കരുത്. സ്മോൾ ക്വാണ്ടിറ്റീസിൽ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോക്കസ് ചെയ്തു മീഡിയാസിൽ അതിന് ന്യൂസ് വന്നു പബ്ലിക്കിനെ ഒരു അവെയർ കൊടുക്കുകയാണ്. ഗവൺമെൻറ് ഇതിൽ അവെയർ കൊടുക്കാൻ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? പിന്നെ അതൊരു വളമായി മാറുകയാണ്. മനസ്സിലാവണം. കറപ്ഷൻ മെയിൻ ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കറപ്ഷൻ നിന്ന് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് കറപ്ഷൻ ചെക്ക് പോസ്റ്റ് നിന്ന് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 50% ഡ്രഗ് പ്രൊഡക്ഷൻ കുറയുന്നതാണ്. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, പ്രോപ്പറായിട്ട് ഡ്രഗ് ക്യാപ്ചർ ട്രെയിനിങ്. അതിനൊപ്പം തന്നെ എക്യുപ്മെൻറ്റ്സ് ഇല്ല. നമ്മുടെ ഓഫീസിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അവർക്ക് ഒരാളുടെ ഇൻവെസ്റ്റിഗേറ്റ് അവർക്ക് ഒരാളുടെ ബോഡി സെർച്ച് ചെയ്യണമെങ്കിൽ അവർ പേടിച്ചാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനുള്ള ഒരു ധൈര്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുക. നമ്മൾ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ സ്മിറ്റിംഗ് ഡോഗ് കൊടുക്കും ചെക്ക് പോസ്റ്റിൽ. ഈ റഷ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ പിടിക്കുന്ന അക്യൂസ് അല്ലെങ്കിൽ ഇൻഫോമറിന് ചിലപ്പോൾ മെയിൻ കിങ്ങിൻ്റെ ഉത്തരം തരാൻ വേണ്ടി പാടായിരിക്കും, പേടിയായിരിക്കും, താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഓഫീസേഴ്സിന് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി പറയുന്നത്. നമുക്കിത് എങ്ങനെ ഒന്ന് നമ്മൾ ബോർഡേഴ്സ് കൺട്രോൾ ചെയ്യാം. ഡ്രഗ് പ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AI ലിസ്റ്റിംഗ് ചെയ്യുക. NDPS ആക്ട് പ്രകാരം ഒന്ന് അക്യൂസ് AI ലിസ്റ്റിംഗ് ചെയ്യുക. ഇവരെ മോണിറ്റർ ചെയ്യുക. അത് സ്റ്റേറ്റ് പോകും.
നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുക, ഒരു ഗ്രൂപ്പാക്കുക, മനസ്സിലാവുന്നത്. കറപ്ഷൻ കൺട്രോൾ ചെയ്യുക, അതാണ് ഏറ്റവും മെയിൻ. ഇവർക്ക് റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുക, എങ്ങനെ എക്യുപ്മെൻറ്റ്സ് കൊടുത്ത് അപ്പോൾ പബ്ലിക്കിന് അത് ബുദ്ധിമുട്ടാവുന്നില്ല. എവരി വെഹിക്കിൾ ചെക്ക് ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ മൊത്തം ചെക്ക് ചെയ്യാറ്. സംശയം തോന്നുന്ന ആൾ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി വിടുക എന്നുള്ളതാണ്. പബ്ലിക് അവയർനെസ് കൊടുക്കുക, എളുപ്പമാണ് കൺട്രോൾ ചെയ്യാൻ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഗവൺമെൻറ്? എന്തുകൊണ്ട് ഇതിന് ഫണ്ട് മാറ്റി വെക്കുന്നില്ല? അതാണ് എനിക്കറിയാത്തത്. എന്തോരം ക്രൈംസാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പം പുതിയൊരു സ്ട്രാറ്റജി കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ ഭാഗത്ത്, കാസർഗോഡ്, പൊന്നാനി, ഇവിടെ ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോർത്തിലേക്ക് കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഉൽപ്പാദിക്കുക എന്നുള്ള രീതിയായി റോ മെറ്റീരിയൽസ് വെച്ച്. അപ്പോൾ ഇപ്പോൾ ഈ MDMA കൊണ്ടുവരുന്ന റിസ്ക് ഇല്ല. മെത്താഫെറ്റമീൻ കൊണ്ടുവന്നാൽ മതി. ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര ഗ്രാംസ് പ്രിപ്പയർ ചെയ്യാം. മനസ്സിലാവുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഡ്രഗ്സ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബേസിക് കാര്യങ്ങൾ. നമ്മുടെ ഏജൻസി എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് സഹായിക്കുന്നതെന്ന് കൂടി ഞാൻ പറയാം. ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ഇത്ര വെഹിക്കിൾസ് ഉണ്ട്, 2 വീലേഴ്സ്. അവിടെ ഒരു പ്രൈവറ്റ് കമ്പനി, റാപ്പിഡോ, ഓല, ഇത് അറ്റാച്ച് ചെയ്ത്, ഓട്ടോറിക്ഷയും അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇവരെ വിടുകയാണ്. നമ്മുടെ സ്റ്റാഫുകളെ വിടുകയാണ്. ഓരോ സ്ഥലത്തും പിക്കപ്പ് ചെയ്ത് സംശയമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഡീലിലോട്ട് എത്തിക്കുകയാണ്. വിത്ത് ഓഫീസർ സപ്പോർട്ട്, അവരുടെ സാക്ഷ്യത്തിൽ നമ്മൾ ഈ ഐറ്റം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു വലിയൊരു ഡീലിലോട്ട് പോയി ഒരു മീഡിയേറ്റർ കിങ് പിങ്ങിനെ പിടിക്കും. വിത്ത് ഒരു 45 kg 30 kg. പിന്നെ നമ്മൾ ചെയ്യുന്നത് ചില ചായക്കടകൾ, ചില ഹോട്ട്സ്പോട്ടുകളിൽ പോയിട്ട് അവിടെ വാച്ച് ചെയ്ത് ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എല്ലാവരും തന്നെ നമ്മുടെ ഇപ്പോൾ ഞാനൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുക വെച്ചാൽ, ഞാൻ ഇതുണ്ട് ബ്ലിങ്കിറ്റ്, ഈ യൂണിഫോം ധരിച്ചാണ് നമ്മൾ വേറൊരു മാറുക. അപ്പോൾ സംശയം തോന്നില്ല. അങ്ങനെ നിരവധി മാർഗ്ഗങ്ങൾ നമ്മൾ, പിന്നെ അല്ലാതെ നമുക്ക് ലീഡ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേറൊരു ടാസ്കിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അതാത് ചെക്ക് പോസ്റ്റുകൾ ടൈറ്റാക്കുക, എക്യുപ്മെൻറ്റ്സ് കൊടുക്കുക, നമ്മുടെ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അറ്റ്ലീസ്റ്റ് NDPS ആക്ട് പ്രകാരമുള്ള FIRകൾ അത് റീമോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു അതോറിറ്റിനെ കീപ്പ് ചെയ്യുക, കൈക്കൂലി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ഏരിയകളിലും ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ ഫോണിൽ സമയം കളയുന്നത് പോലെ തന്നെ, എല്ലാവരും നമ്മൾ കളയുന്ന 5-10 മിനിറ്റ് പോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അതിലുള്ള ആൾക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കുക. എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് ഷെയർ യുവർ ഐഡിയാസ്. പുതിയ ഐഡിയ വരുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാം, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ അഭ്യർത്ഥിക്കാം. കൂടുതൽ ഉപകാരപ്പെടും, അറിവുകൾ എടുക്കും. ഇതാണ്